നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് മുഞ്ഞ എന്ന സസ്യത്തെയാണ്. പ്രസിദ്ധമായ ദശമൂലത്തിലെ അഗ്നിമന്ധം എന്ന സസ്യത്തെയാണ് മുഞ്ഞ എന്ന് മലയാളത്തിൽ നാമകരണം ചെയ്യുന്നത്. ഒന്നിലേറെ സസ്യങ്ങളെ അഗ്നിമന്ധമായി എടുക്കുമെങ്കിലും കേരളത്തിൽ പ്രേരണ ഇൻറ്റഗ്രിഫോളിയ എന്ന വർഗത്തിൽപ്പെടുന്നവയാണ് ഔഷധക്കൂട്ടുകളിൽ ഉപയോഗിക്കുവാറുള്ളത്. അഗ്നിയെ കടങ്ങിയെടുക്കുക അഥവാ ഇതിൻ്റെ രണ്ട് വിളങ്ങിയ കമ്പുകൾ കൂട്ടിയിരയ്ക്കുമ്പോൾ അഗ്നി ഉണ്ടാകുന്നു എന്ന അർത്ഥത്തിലാണ് അഗ്നിമന്ധം എന്ന് സംസ്കൃതത്തിൽ ഇതിന് പേര് വരാനുള്ള കാരണം. അഗ്നിമന്ധ, അരണി, അരണിക, വൈജയന്തി എന്നൊക്കെയും സംസ്കൃതത്തിൽ ഇതിനെ പറയാറുണ്ട്. 3 മീറ്റർ വരെ നീളത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണിത്. ഇതിൻ്റെ തൊലിക്ക് മഞ്ഞ കലർന്ന ഒരു തവിട്ട് നിറമാണുള്ളത്. ഇതിൻ്റെ പൂങ്കുല പത്രകക്ഷങ്ങളിൽ കാണപ്പെടുന്നു. അതിന് വെള്ള കലർന്ന പച്ച നിറത്തിലാണ് ഉണ്ടാവുക. ജൂലൈ മുതൽ നവംബർ മാസങ്ങൾ വരെയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുക. ഈ മുഞ്ഞയുടെ തൊലിയിൽ പ്രേംനിൻ എന്നൊരു ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട്. അത് ഹൃദയത്തിൻ്റെ സങ്കോചം കുറയ്ക്കുന്നതും വികാസം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഗനിയാറിൻ എന്ന ആൽക്കലോയിഡും ഇതിലടങ്ങിയിട്ടുണ്ട്. ദഹനശക്തിയെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉത്തമ ഔഷധമാണ് മുഞ്ഞ. അതേപോലെ ശരീരവേദനയ്ക്കും കഫസംബന്ധമായ അസുഖങ്ങൾക്കും വാദത്തിനുമൊക്കെ ഇത് വളരെ ഫലപ്രദമായ ഔഷധമാണ്. വേര്, ഇല, സമൂലം എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ മുഞ്ഞ, ചവനപ്രാശം, ദശമൂലാരിഷ്ടം, ധാന്വന്തരം കഷായം ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ്. അതിൻ്റെ ഉപയോഗം ധാരാളമുണ്ട്. ഒരു പ്രത്യേക ഗുണമുള്ളത് അതിനുണ്ടാകുന്ന ചില കണ്ടൻറ്റുകൾ ഈ ഹൃദയ മസിലുകൾ, അതായത് ഹാർട്ട് രോഗത്തിന്, ഹൃദയത്തിന് ഡയറക്റ്റായിട്ട് എഫക്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഹാർട്ട് അധികമായി മിടിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ നീര് പാലിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കുറയും. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം, ഇതിൻ്റെ ഈ നീരെടുത്തിട്ട് ഇത് ഇടിച്ചു പിഴിഞ്ഞ് നീര് ഈ പ്രമേഹ രോഗികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രമേഹം കുറയും. പിന്നെ ഇതിന് ഈ അവഗാഹത്തിന് ഉപയോഗിക്കുന്ന ഒരു ചികിത്സ, ഇത് വെച്ച് കഷായം വെച്ചിട്ട് അതിൽ ഇറക്കി ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അർശ്വത്സിൻ്റെ അല്ലെങ്കിൽ മൂലക്കുരുവിൻ്റെ വേദന പെട്ടെന്ന് കുറയും. പിന്നെ ഈ മുഞ്ഞയുടെ വേരാണ്, അതിട്ട് കഷായം വെച്ചിട്ട് ലേശം തേനും ചേർത്ത് ദിവസേന കഴിച്ച് കഴിഞ്ഞാൽ ഈ വണ്ണം കുറയും. ഈ തടി കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത് ഡെയിലി കഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം, ഇതിൻ്റെ കഷായത്തിൽ കുളിയുണ്ട്, ഔഷധക്കുളി എന്ന് പറയും. അത് വലിയ ആൾക്കാർക്കായാലും കുട്ടികളൊക്കെ നമ്മൾ വളരെ യാത്ര കഴിഞ്ഞ് വന്ന് മസിലൊക്കെ തന്നെ കടഞ്ഞും വേദന ഇരിക്കുന്ന സമയത്ത് ഈ മുഞ്ഞ വേരിൻ്റെ കഷായത്തിൽ അങ്ങോട്ട് കുളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേദന കുറയും.